കണ്ടപ്പോൾ എടാ വാ പോവാ പിന്നെ ഒരുമിച്ചാണ് സംസാരിക്കും, ഒരുമിച്ച് തിന്നും വെള്ളം കുടിക്കും, കളിക്കും, അങ്ങനെ എന്തെങ്കിലും എല്ലാ പരിപാടിക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ശതാബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ആളായിരുന്നു ശതാബ് എന്ന് പറഞ്ഞാൽ. ആ 9 ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന, മറ്റുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന, അതിന് പ്രാപ്തിയുള്ളൊരു കുട്ടിയുടെയായിരുന്നു ശതാബ്. വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 9 ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന ഷാദാബിന്റെ വീട്ടിലെത്തിയത്. സ്കൂളിലും പുറത്തും നിറഞ്ഞു നിന്നിരുന്ന പ്രതിഭ ഒരു നാൾ പെട്ടെന്ന് മാഞ്ഞു പോയതിന്റെ ആഘാതത്തിലാണ് അവരിപ്പോഴും. 9 ക്ലാസ് കഴിഞ്ഞ് SLCക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് അവരുടെ കൂടെയുണ്ടായിരുന്ന മിടുക്കനായ ഷാദാബിനെ മറക്കാനാവില്ല. വാർഷിക പരീക്ഷയും അവധിയും വരാനിരിക്കെ അവരൊരിക്കൽ കൂടി ഷാദാബിന്റെ വീട്ടിൽ ഒത്തുചേർന്നു. വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ക്ലാസ് അധ്യാപകൻ ഷമീറിന്റെ നേതൃത്വത്തിൽ 3 മാസത്തിനു ശേഷം ആ 14-കാരന്റെ ഓർമ്മകളുമായി ഒത്തുചേർന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ചിരിയും ചിന്തയുമായി അവർക്കിടയിൽ അവൻ എന്നും നിലനിൽക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ ചിരിച്ചു നിൽക്കുന്നൊരു ചിത്രവും അവർ കുടുംബത്തിന് സമ്മാനിച്ചു. നാടകത്തിലും മിമിക്രിയിലും ശാസ്ത്രമേളയിലുമെല്ലാം ഷാദാബ് നേടിയ അവസാന സർട്ടിഫിക്കറ്റുകളും അധ്യാപകരിൽ നിന്ന് വീട്ടുകാർ ഏറ്റുവാങ്ങി. കൂട്ടുകാരിൽ ചിലരുടെ രക്ഷിതാക്കളും ഓർമ്മകൾ പങ്കുവെക്കാനെത്തിയിരുന്നു. ഷാദാബും ഒന്നിച്ചുള്ള നല്ല നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിലും ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ ഇടയ്ക്കിടെ അവർ വിതുമ്പി. മീഡിയ വണ്ണിലെ മാധ്യമപ്രവർത്തകൻ മുജീബ് റഹ്മാന്റെയും ആരാമം സബ് എഡിറ്റർ ഫാത്തിമ ബിഷാറയുടെയും മകനായ ഷാദാബ് കഴിഞ്ഞ ഡിസംബറിലാണ് ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് മരിച്ചത്. ഇല്ല എന്നുള്ളത് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ കയറുമ്പോഴൊക്കെ എൻ്റെ തുറന്ന വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് ഡേ എനിക്കറിയാം, പോയി കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ കയറിയിട്ട് എനിക്ക് എൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഒന്നും ചെയ്തു കൊടുത്തില്ല. അവൻ്റെ കൂടെ അപ്പുറത്ത് ഇങ്ങനെ നിന്ന് എന്നല്ലാതെ വേറെ ഒരു കാര്യം ചെയ്തു കൊടുത്തില്ല. ഒരു പ്രയാസമുള്ളത് ഇതാണ്, നാടകത്തിന് അവൻ വിചാരിച്ച പോലെയുള്ള ഒരു സപ്പോർട്ടും. ഫസ്റ്റായിട്ട് അവനെ കാണുന്നത് 8-ന്നാണ്. എന്താ വെച്ചാൽ ഫസ്റ്റ് വലിയ പരിചയമൊന്നുമില്ല, ഞാനും ശ്രീനാഥിൽ കൂടെയാണ് കാണുന്നത്. കൂടുതലും രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോകാൻ ശ്രമിക്കലുണ്ട്. ഒന്നുകിൽ ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കലുണ്ട്. അങ്ങനെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മളോട് പറഞ്ഞു, എനിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും സാറിനോട് പറയത്തിട്ടോ, ഈ പേര് വെട്ടിട്ടോ, അങ്ങനെ ഓരോന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് ചെവിയുടെ ബാക്കിലൊക്കെ വന്നിട്ട് ഒച്ചപ്പാടുണ്ട്, ഓരോ ഒച്ചപ്പാടുണ്ടാക്കും. അല്ല ഹാരി ഇങ്ങനെ രസം ചെയ്യും. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ദിവസം മെസ്സേജ് തന്നില്ലേ ICU വന്നപ്പോൾ, അന്ന് ഞാനും റാമിസും 2 ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാനൊക്കെ ആയിരുന്നു. അപ്പോൾ 2-ാം ദിവസമാണ് അറിഞ്ഞാൽ അമ്മ മരിച്ചു. അതിനെ ഞങ്ങൾ പോയി നാളെ ശേഷമാണ് കുറച്ച് ലീവായപ്പോഴേ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ അന്ന് ആവി പിടിച്ച് വന്നു. 3 ദിവസം മുമ്പ് ഞാൻ ജീവിതം എന്ന് പറയുന്നത് ഞാനിങ്ങനെ അന്ന് മുമ്പ് ചെയ്യലുണ്ടായിരുന്ന കുട്ടികൾക്ക് പറഞ്ഞാൽ ഏത് ഉയർന്ന പോസ്റ്റിലെത്തിയാൽ പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളാക്കിയ ആളുകളാണ് തിരിച്ചറിയുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് മാനുഷികത. അതൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ല മക്കളായി. നിങ്ങളിങ്ങനെ പിടച്ച് ചാടി നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നിങ്ങൾ വ്യാപൃതരാണ്. ഈ മനുഷ്യൻ്റെ ചോര ചൂട് പിടിച്ച് നിൽക്കണം, അത് തണുത്തുറഞ്ഞു പോകാതിരിക്കാൻ അതേ ഒരു വഴിയുണ്ട്. അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ സന്ദേശം അതാണല്ലോ. പഠിക്കുന്നിടത്ത് പഠിക്കുക, കളിക്കുന്നിടത്ത് കളിക്കുക. ഇവൻ്റെ ഇതെന്ന് വെച്ചാൽ എല്ലാത്തിലും പങ്കെടുക്കും. കിട്ടണമെന്നൊന്നുമില്ല, KKPP കിട്ടി പോയാൽ പോയി. അതാ എന്തിലും പങ്കെടുക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ ഉന്തും. ഇവന് നാടകം സ്റ്റേറ്റ് ലെവൽ വരെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടായിനി. ഒരു കള്ളൻ്റെ നാടകം, ഇവന് കള്ളനായിട്ട് അഭിനയിച്ചിട്ട് അവന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രാക്ടീസിന് തുടങ്ങണം എന്നാണ്. ഇനി നടത്തി അവൻ്റെ ഇതിനായിട്ട്
ഓൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു നാടകം എല്ലാവരും കൂടി ചെയ്ത് സഹകരിച്ച് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.